Hi friends, welcome to Techispace malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗീവുകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme 6ന്റെ ഗെയിമിംഗ് റിവ്യൂ ആണ്. Realme 6 ഇറങ്ങിയിരിക്കുന്നത് Helio G90T പ്രോസസ്സറായിട്ടാണ്. നമ്മളിപ്പോൾ ഈ ഗെയിം കളിച്ചു നോക്കാൻ പോകുന്നത് 6GB RAM വേരിയൻറ്റിലാണ്. നമ്മൾ ആദ്യം തന്നെ കളിച്ചു നോക്കാൻ പോകുന്നത് Pubg ആണ്. അതിനുശേഷം നമ്മൾ Callofduty എന്ന ഗെയിം കളിക്കുന്നതാണ്. അതുപോലെ തന്നെ Asphalt9 Pess2020 എന്ന ഗെയിമും നമ്മൾ Realme 6ൽ കളിച്ചു നോക്കുന്നതാണ്. അപ്പോൾ ഈ 4 ഗെയിമുകൾ എത്ര ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ, ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന രീതിയിലുള്ള ഫാക്ടേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 62%, ടെമ്പറേച്ചർ 26.8 ഡിഗ്രി. നമുക്ക് Realme 6ൽ PUBG അൾട്രാ ഫ്രെയിം റേറ്റ് HDR ഗ്രാഫിക്സ് റേറ്റിൽ വരെ കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഡിഫോൾട്ട് സെറ്റിങ്സ് വരുന്നത് HD ഗ്രാഫിക്സ് ഹൈ ഫ്രെയിം റേറ്റ് ഓപ്ഷനാണ്. നമ്മളിപ്പോൾ കളിച്ചു നോക്കാൻ പോകുന്നത് ഡിഫോൾട്ട് സെറ്റിങ്സിലാണ്. അപ്പോൾ ഡിഫോൾട്ട് സെറ്റിങ്സിൽ PUBG എത്ര ഭംഗിയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് നോക്കാം. Realme 6ൽ Helio G90T പ്രോസസ്സറാണ് വരുന്നത്. നമുക്ക് വളരെ സ്മൂത്തായിട്ട് തന്നെ ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപൂർവം ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗെയിം കളിക്കാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഹൈ ഫ്രെയിം റേറ്റും HD ഗ്രാഫിക്സിലുമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ഫ്രെയിം ഡ്രോപ്പ് ഇടയ്ക്ക് നമുക്ക് കാണാനായിട്ട് ഇടവരുന്നത്. പക്ഷെ ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള ലാഗൊന്നും നമുക്ക് ഗെയിം കളിക്കാനിടയിൽ വരുന്നില്ല. കാരണം ഓൾറെഡി 6GB RAM വേരിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് 6GB RAM വേരിയൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 15 രൂപ 16 രൂപ ബഡ്ജറ്റിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം തീർച്ചയായും റെഡ്മിയുടെ Note 9 Pro, അതുപോലെ തന്നെ റിയൽമിയുടെ തന്നെ 6 Pro, Realme X2, സാംസങ് M31 എന്നീ ഫോണുകളൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം മനോഹരമായിട്ട് ഗെയിമിംഗ് പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കാരണം മറ്റു ഫോണുകളൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് പക്ഷേ ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് സാംസങ് M31 കാണാനായിട്ട് സാധിച്ചത്. നല്ലൊരു ഗെയിമിംഗ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയായിരുന്നു. പക്ഷേ അവിടെ ഒരു സൂപ്പർ എമോൾഡ് ഡിസ്പ്ലേ ആയതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ബാറ്ററി പിന്നെ അതുപോലെ തന്നെ ഓവർ ഹീറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല സാംസങ് M31. അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ് M31 ഇതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എന്നിരുന്നാലും ഇനി നമ്മൾ വരാനിരിക്കുന്ന ഫോണുകൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. റിയൽമിയുടെ തന്നെ 6 Pro ആണെങ്കിലും അതുപോലെ തന്നെ റെഡ്മിയുടെ Note 9 Pro, Pro Max എന്നീ ഫോണുകൾ വന്നു കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഫോണുകളിൽ ഏറ്റവും നല്ലൊരു ഗെയിമിംഗ് ഫോൺ എത്രത്തോളം പെർഫോമൻസ് വ്യത്യാസമുണ്ട് ഗെയിമിങ്ങിൽ അതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ നമുക്ക് PUBG കളിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഗെയിമിങ്ങിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കളയുന്ന രീതിയിലുള്ള ഒരു ലാഗോ ഒരു ഫ്രെയിം ഡ്രോപ്പോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ചെറിയ നെഗ്ലക്റ്റ് ചെയ്യാവുന്ന ഫ്രെയിം ഡ്രോപ്സ് മാത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ കുറച്ച് നേരം PUBG കളിച്ചു. 56% ആണ് ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ. ടെമ്പറേച്ചർ 38.6 ഡിഗ്രി ആണ്. അത് അത്ര ഒരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നല്ല. പക്ഷേ ഒരു 39-40 നോർമലി ഫോണുകൾക്ക് വരാറുള്ളതാണ്. ഒരുവിധം മോഡലുകളിലൊക്കെ നമ്മൾ അത്തരം ഒരു ടെമ്പറേച്ചർ ലെവൽ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെയും നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ ലെവലാണ് കിട്ടുന്നത്. അവിടെ പോസിറ്റീവ് എന്ന് പറയാനുമില്ല, എന്നാൽ നെഗറ്റീവ് എന്ന് പറയാനുമില്ല. ഇനി നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നത് Callofduty എന്ന ഗെയിമാണ്. Callofdutyയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് Realme 6ൽ നോക്കാം. നമുക്ക് Callofduty വളരെ മനോഹരമായിട്ട് തന്നെ നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് Realme 6ൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്സ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നല്ലൊരു ഗ്രാഫിക്സ് ലെവലിൽ തന്നെ നമുക്ക് ഗെയിം കളിക്കാനും സാധിക്കുന്നുണ്ട്.
തീർച്ചയായും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. കോൾ ഓഫ് ഡ്യൂട്ടി നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് റിയൽമി 6 കളിക്കാനായിട്ട് സാധിക്കും. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ലെവൽ നമുക്ക് റിയൽമി 6 ലഭിക്കുന്നുണ്ട്. തീർച്ചയായും അവിടെ ഒന്നും നമുക്കൊരു നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന ഒരു ഫാക്ടേഴ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ മാർക്കറ്റിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റു ഫോണുകളുടെ കൂടി നമുക്കൊരു പെർഫോമൻസ് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്രത്തോളം ഇത് ബെസ്റ്റ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ എന്ന് പറയുന്നത് 52% ആണ്. ടെമ്പറേച്ചർ 37.8 ഡിഗ്രി ആണ്. അപ്പോൾ ടെമ്പറേച്ചർ പിന്നെ കൂടുന്നൊന്നുമില്ല. പബ്ജി കളിച്ച സമയത്താണ് ഏറ്റവും പീക്ക് ലെവൽ ടെമ്പറേച്ചർ വന്നത്. ഇപ്പോൾ ആ ടെമ്പറേച്ചർ ലെവലൊക്കെ ഒന്ന് കുറച്ച് താഴ്ന്നിട്ടുണ്ട്. അതായത് ഒരു ഡിഗ്രിയുടെ അടുത്തൊന്ന് താഴ്ന്നിട്ടുണ്ട്. ഇനി നമുക്ക് Asphalt 9 എന്ന ഗെയിം കൂടി കളിച്ച് നോക്കാം. എനിക്ക് Asphalt 9 വളരെ സ്മൂത്തായിട്ട് തന്നെ റിയൽമി 6 കളിക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ഗ്രാഫിക്സ് റേറ്റിൽ നല്ല ഗ്രാഫിക്സ് എക്സ്പീരിയൻസിൽ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് Asphalt 9 കളിക്കുന്നവർക്ക് റിയൽമി 6 ലഭിക്കുന്നതാണ്. നമ്മൾ അവസാനമായിട്ട് കളിച്ചു നോക്കാൻ പോകുന്നത് Pess2020 എന്ന ഗെയിം കൂടിയാണ്. Pess2020 നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്സോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ലാഗും നമ്മൾ Pess2020 റിയൽമി 6 കളിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ നല്ലൊരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ്. നമുക്ക് ഏറ്റവും ലോ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിയൽമി 6 സ്റ്റാർട്ട് ചെയ്യുന്നത് 13,000 രൂപ മുതലാണ്. അതിനകത്താണെങ്കിലും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളെ വരുള്ളൂ. ഇതിപ്പോൾ 6GB റാം മോഡലാണ്. ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുള്ളൂ. എന്നാൽ ഈ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ലഭിക്കുന്നതാണ്. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 49%, ടെമ്പറേച്ചർ 37.8 ഡിഗ്രി. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെയാണ് ഫോൺ കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു 36, 37, 38 റേഞ്ചിലാണ് ഫോണിൻ്റെ ടെമ്പറേച്ചർ വേരിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും നമുക്ക് കാര്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ബാറ്ററി സ്വാഭാവികമായിട്ടും കുറയുന്നുണ്ട്. എന്നാലും നമുക്ക് അത്യാവശ്യം നേരം ഗെയിം കളിക്കാനായിട്ടുള്ള ഡ്യൂറേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിമിംഗ് ഫോൺ തന്നെയാണ് റിയൽമി 6. നമുക്ക് കാര്യമായിട്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നുമില്ല. ഒരു മാക്സിമം 38, 39 ഡിഗ്രി വരെയാണ് ഫോൺ ചൂടായിരിക്കുന്നത്. അതും നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാവുന്ന ഒരു നെഗറ്റീവ് ഫാക്ടർ മാത്രമാണ്. ബാക്കി നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ്, നല്ല ഗെയിം സെറ്റിങ്സിലൊക്കെ നമുക്ക് കളിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ ഒരു ഗെയിമിംഗ് ലെവൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിമിംഗ് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് റിയൽമി 6 ലഭിച്ചിട്ടുണ്ട്. നമുക്ക് വരാനിരിക്കുന്ന ഫോണുകൾ കൂടിയും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണ് നല്ല ഫോൺ, ഏതാണ് നല്ല ഗെയിമിംഗ് ഫോൺ എന്നൊക്കെ നമുക്ക് വിലയിരുത്താം. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും നടത്തുന്ന പുതിയ പുതിയ ഗിവുകളൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.